പഠിക്കുന്ന വിഷയം ദ മിസ്റ്ററി ബാബിലോൺ ദ ഗ്രേറ്റ്, മർമ്മം മഹദിയാം ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17ഉം 18ഉം അധ്യായങ്ങൾ നമുക്ക് പഠിക്കാം. വെളിപ്പാട് പുസ്തകം 17ആം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു മൃഗത്തിന്മേൽ സവാരി ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. ഈ മൃഗം അതിന് 7 തലയും 10 കൊമ്പും ഉള്ള ഒരു മൃഗമാണ്. ഈ സ്ത്രീ, ഈ മൃഗത്തിൽ ഇരിക്കുന്ന ഈ സ്ത്രീ ഇവരെ കാണിക്കുവാൻ വേണ്ടി 7 ദേവാലയത്തിലെ 7 ദൂതന്മാരിൽ ഒരാൾ, അതായത് 7 ക്രോധ കലശങ്ങൾ, ദൈവത്തിൻ്റെ ക്രോധ കലശങ്ങളുമായി നാം 16ആം അധ്യായത്തിൽ കണ്ട ആ ദൂതന്മാരിൽ ഒരു ദൂതൻ വന്നിട്ട് യോഹന്നാനെ വിളിച്ചുകൊണ്ട് പോകുന്നത് മരുഭൂമിയിലേക്കാണ്. അപ്പം നമുക്കറിയാം, ഈ മർമ്മം മഹാദിയാം ബാബിലോൺ അവരുടെ വാസസ്ഥലം ഇസ്രായേലല്ല, യെരുശലേമിലല്ല, മറിച്ച് മരുഭൂമിയിലാണ്, ഇതിന് പുറത്താണ്. അപ്പം അവിടെ കൊണ്ടുപോയി അവിടാണ് യോഹന്നാൻ ആത്മാവിൽ ദർശിക്കുന്നത് ഈ സ്ത്രീ ഈ മൃഗത്തിന്മേൽ ഇരിക്കുന്നതായിട്ട്. അതായത് ഈ മൃഗമാണ് ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഭൂരാജാക്കന്മാർ ഈ സ്ത്രീയുമായിട്ട് പല ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. അവരൊരു എഗ്രിമെൻറ്റിലാണ്. ഈ സ്ത്രീ ദ ഫോൾസ് റിലീജിയസ് സിസ്റ്റം ഓഫ് ദ വേൾഡ്, അതായത് മതപരമായ ബാബിലോണാണ്. ബാബിലോൺ, ബാബേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൺഫ്യൂഷൻ എന്നാണ്. അപ്പം ഈ ഒരു റിലീജിയസ് സിസ്റ്റം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ബീസ്റ്റ്, ഈ മൃഗം. 7 തലകളുള്ള 10 കൊമ്പുമുള്ള ഈ മൃഗം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ്, 7 തലകൾ 7 രാജ്യങ്ങളാണ്, അതായത് 7 കിങ്ഡംസ് ആണ്. അപ്പോൾ ഈ റിലീജിയസ് സിസ്റ്റം, അതിനൊരു വീഞ്ഞുണ്ട്. വീഞ്ഞെന്ന് പറയുമ്പോൾ ഡോക്ട്രിൻ, ഉപദേശങ്ങൾ, മോട്ടിവേഷൻ ഉണ്ട്. ഈ സിദ്ധാന്തങ്ങൾ ആണ് ഈ നമ്മൾ വായിക്കുന്ന അനേക പുരുഷാരം, വലിയ പുരുഷാരം, എല്ലാ ഭാഷകൾ, എല്ലാ ജാതികൾ ഈ റിലീജിയസ് സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് അവർ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, with whom the kings of the earth have committed fornication and the inhabitants of the earth have been made to drink the wine of her fornication. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുക, I will show unto thee the judgment of the great war that sitteth upon many waters. ഈ പെരുവെള്ളം എന്താണെന്ന് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് ജനസമൂഹമാണ്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റിലീജിയസ് സിസ്റ്റമാണ് ഈ സ്ത്രീ. ഈ സ്ത്രീയുടെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ബാബിലോണിൻ്റെ 2 സവിശേഷത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് പൊളിറ്റിക്കൽ സിസ്റ്റവുമാണ്, ഇതൊരു റിലീജിയസ് എക്കണോമിക് സിസ്റ്റമാണ്. എസ്ര 12-ാം അധ്യായം, സക്കറിയ 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ വീഞ്ഞെന്ന് പറയുന്നത് ഇവരെന്തല്ല അതവരാകാനുള്ള ശ്രമവും സൃഷ്ടിതാവായ ദൈവം എന്തിവർക്ക് കൊടുത്തിട്ടില്ല അത് പ്രാപിക്കുവാൻ ഉള്ളൊരു
ആഗ്രഹവുമാണ്. ഉദാഹരണത്തിന് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസേഫിന് വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം ഇവർക്ക് വേണം. യെരുശലേമാണ് ഇവരെല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു കാര്യം. ഇവരെല്ലാം ഇസ്രായേലിനെതിരെ നിരന്തരമായ തുടർച്ചയായ ഒരു വെറുപ്പ് ഈ ബാബിലോൺ മർമ്മം മഹദിയാം ബാബിലോണിനുണ്ട്. സങ്കീർത്തനം 83, എഹെസ്കേൽ 38, 39 വാക്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ, വരുവീൻ നമുക്ക് ഇസ്രായേലിനെ ഭൂമഹത്വത്തിൽ നിന്ന് ഒരു ജാതിയായി ഇരിക്കാതിരിക്കേണ്ടതിന് തന്നെ തുടച്ചു നീക്കാം, അതിൻ്റെ ഓർമ്മ പോലും ഇല്ലാതാക്കണം. അതാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യം. തനിച്ച് സ്വസ്ഥമായി മതിലുകളില്ലാതെ സമാധാനത്തിൽ പാർക്കുന്ന ആ ജനത്തെ ആക്രമിച്ച് അവരെ കൊള്ളയടിക്കാൻ ഉള്ളൊരു ശ്രമമാണ് എഹെസ്കേൽ 38, 39 ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊരു റിലീജിയസ് സിസ്റ്റമാണ്, ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, അപ്പോൾ തന്നെ ഇതൊരു വലിയ പട്ടണം കൂടിയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ മർമ്മം മഹദിയാം ബാബിലോൺ, ദ മദർ ഓഫ് ഹാർലറ്റ്സ് ആൻഡ് ഓൾ അബോമിനേഷൻസ് ഓഫ് ദ എർത്ത്, ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 6-ാമത്തെ വാക്യം പറയുന്നത്, യോഹന്നാൻ കണ്ടത് ഈ സ്ത്രീ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തരായിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരുള്ളൊരു മത്സരമാണ്. ദൈവജനത്തെ വെറുക്കുക, അവരെ കൊന്നൊതുക്കുക. ബാബിലോൺ ആദ്യം ബൈബിളിൽ ആ പദം വരുന്നത് ഉൽപ്പത്തി 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കുമ്പോഴാണ്. നോഹയുടെ മകൻ ഹാം, ഹാമിൻ്റെ മകൻ കൂഷ്, കൂഷിൻ്റെ മകൻ നിമ്രോദ്. ഈ നിമ്രോദിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവൻ യഹോവയുടെ മുൻപാകെ ഒരു നായാട്ട് വീരനായിരുന്നു എന്നാണ്. നിമ്രോദ്, ദ മൈറ്റി ഹണ്ടർ ബിഫോർ ദ ലോർഡ്. ഈ ഒരു പദത്തിന് ഒരു അർത്ഥം, വേറൊരു മീനിങ് കൂടെ ഉണ്ട്, വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് യഹോവയ്ക്ക് എതിരെ ഒരു വലിയ മത്സരിയായിരുന്നു എന്നുള്ളൊരു അർത്ഥവും ആ പദത്തിനുണ്ട്. ദൈവം നോഹയോട് പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പരന്ന് സ്കാറ്റർ, ലോകത്തെ ഭൂമിയെങ്ങും നിങ്ങൾ ചിതറിപ്പാർത്ത് ഇതിനെ കീഴടക്കി വാഴണം എന്നുള്ളൊരു കൽപ്പന നോഹയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷെ നിമ്രോദ് പറയുകയാണ്, അതിൻ്റെ ഉൽപ്പത്തി 11:4 പറയുകയാണ്, വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാകേക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ജനം ചിതറിപ്പാർക്കണം, ഭൂമിയൊക്കെയും കൈവശമാക്കണം. പക്ഷേ നിമ്രോദിൻ്റെ കൽപ്പന എന്തുവാ? നാം ചിതറിപ്പോകരുത്, നമുക്കെല്ലാവർക്കും ഒരിടത്ത് കൂടി നമ്മുടെ പേരിൽ നിലനിർത്തണം, ആകാശം സ്വർഗത്തോളം മുട്ടുന്ന ഒരു ഗോപുരവും പട്ടണവും പണിയണം എന്നുള്ള. ഇതാണ് ആദ്യത്തെ റിബല്യൻ. നമ്മൾ കാണുന്ന ബാബിലോണിൻ്റെ ഒരാദ്യത്തെ പിക്ചറാണ് ഇവിടെ കാണുന്നത്. നിമ്രോദ് ഉൽപ്പത്തി 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശീനാർ ദേശത്ത് ബാബേൽ ഉണ്ട്. ശീനാർ ദേശം എവിടാണ്? മെസപ്പൊട്ടേമിയയിൽ ടിഗ്രിസ് നദിയും യൂഫ്രട്ടിസ് നദിയുടെയും ഇടയിൽ ഉള്ള
ഫലപുഷ്ടിയായുള്ളൊരു സ്ഥലം. ഇന്നത്തെ മോഡേൺ ഡേ ഇറാഖ്, ഇറാൻ്റെ ഒക്കെ ആ ഭാഗമായിട്ടൊക്കെ വരും. മിഡിൽ ഈസ്റ്റ് ഭാഗമാണ്. അപ്പോൾ അവിടെ ടവർ ഓഫ് ബാബേൽ, ബാബേൽ ഗോപുരം, ദൈവം മനുഷ്യരുടെ ഭാഷയെ കലക്കി കളഞ്ഞു. അതുകൊണ്ട് കലക്കം എന്ന്, അല്ലെ കൺഫ്യൂഷൻ, മിക്സിങ്, കലർപ്പ് എന്നൊക്കെ ഉള്ള ഒരു വാക്ക്, അതിൻ്റെ അർത്ഥമാണ് ഈ ബാബേൽ എന്നുള്ള വാക്കിനുള്ളത്. ദ ടവർ ഓഫ് ബാബേലിന് അതിൻ്റെ ഒരു മീനിങ് കൂടെ ഉണ്ട്. ഗേറ്റ് ഓഫ് ഗോഡ്സ്, ദേവന്മാരുടെ കവാടം. ഫോളൻ ഏഞ്ചൽസ് മനുഷ്യരോട് അവിടെ സമ്പർക്കം ചെയ്യുമായിരുന്ന ഒരു ഇടം കൂടെയായിരുന്നു ഈ ബാബേൽ ഗോപുരം. ഈ ഒരു സിസ്റ്റം ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച, അതായത് മഹോപദ്ര കാലത്ത് ഭൂമിയൊക്കെയും വാഴുന്ന ഒരു സിസ്റ്റമാണ് ഈ മർമ്മം, മഹദിയാം ബാബിലോൺ. നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 15 തൊട്ട് 18 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ സ്ത്രീയുടെ നാശം, അതായത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് വുമൺ സിറ്റിംഗ് ഓൺ ദ ബീസ്റ്റ്, ഈ മർമ്മം മഹദിയാം ബാബിലോൺ, അതിൻ്റെ നാശം, ആ സ്ത്രീയുടെ തകർച്ചയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 15 തൊട്ട് 18 വരെയുള്ള ഭാഗം. പറയുക, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടത് വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ കണ്ടോ? അതിൻ്റെ നിയന്ത്രണത്തിൽ ഒരു വലിയൊരു സമൂഹമുണ്ട്. 16-ാമത്തെ വാക്യം പറയുകയാണ്, ഈ സ്ത്രീ ഇരിക്കുന്ന മൃഗം, അതിന് 10 കൊമ്പുണ്ട്, അത് 10 രാജാക്കന്മാരാണ്. ഈ 10 രാജാക്കന്മാർ ഒരു സമയത്ത് ഈ സ്ത്രീയെ വെറുക്കുകയും ഈ 10 രാജാക്കന്മാരും എതിർ ക്രിസ്തുവും കൂടി ഈ സ്ത്രീയെ നശിപ്പിച്ച് കളയുകയാണ്. തീയിട്ട് അവരുടെ മാംസത്തെ തിന്നുകളയുകയാണ്. അപ്പോൾ ഇത്രയും നാള് ഈ മൃഗം, അതായത് ദ ബീസ്റ്റ്, ആൻറ്റി ക്രൈസ്റ്റ്, 10 രാജാക്കന്മാർ, അവരുടെ എല്ലാ അധികാരവും സിംഹാസനവും ആർക്കാണ് കൊടുത്തത്? എതിർ ക്രിസ്തുവിന് കൊടുത്തു. ഈ 10 രാജാക്കന്മാരും എതിർ ക്രിസ്തുവും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാ. ഒരു സമയത്ത് അവർ ഈ റിലീജിയസ് സിസ്റ്റത്തിനെതിരെ തിരിഞ്ഞിട്ട് ഈ റിലീജിയസ് സിസ്റ്റത്തെ ഇല്ലാതാക്കി കളയും, നശിപ്പിച്ച്, അവരുടെ വിശുദ്ധ സ്ഥലങ്ങളെ നശിപ്പിച്ച് അവരുടെ മാംസത്തെ തിന്നുകളയും എന്നാണ് ഈ വചനഭാഗം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 17-ാമത്തെ വാക്യം വ്യക്തമാക്കുവാണ് ആരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. വളരെ രസകരമായ ഒരു വാക്യമാണ്. ഫോർ ഗോഡ് ഹാത്ത് പുട്ട് ഇൻ ദെയർ ഹാർട്ട്സ് ടു ഫുൾഫിൽ ഹിസ് വിൽ. കൊലോസ്യർക്കെഴുതിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് സകലതിനെയും സൃഷ്ടിച്ചു, ദൃശ്യമായതും അദൃശ്യമായതും, ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും, ദൂതന്മാരും സിംഹാസനങ്ങളും അധികാരങ്ങളും വാഴ്ചകളും, ഇതെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിനെ ഒരു വലിയൊരു മൃഗം ലെവ്യാതാനെ കാണിച്ചിട്ട് ദൈവം ചോദിക്കുക, നിനക്ക് ഈ ലെവ്യാതാനെ ഒരു ചൂണ്ടയിൽ കൊളുത്താൻ പറ്റുമോ? അപ്പോൾ ഇയ്യോബിന് അത് പറ്റത്തില്ല. പക്ഷേ ദൈവം പറയാം, എനിക്ക് സാധിക്കും, ഐ കൺട്രോൾ ഇറ്റ്. അപ്പോൾ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, രാജാതി രാജാവും ദൈവാതി ദൈവമായ ഇസ്രായേലിൻ്റെ യഹോവയാണ് ഈ 10 രാജാക്കന്മാരുടെയും ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹം ഇടുകയാണ്. എന്തുവാ? ഈ സ്ത്രീയെ നശിപ്പിക്കണം. 18-ാമത്തെ വാക്യം പറയുക, ദ വുമൺ വിച്ച് ദൗ സോസ്റ്റ് ഈസ് ദാറ്റ് ഗ്രേറ്റ് സിറ്റി.
വിച്ച് റീനത്ത് ഓവർ ദ കിങ്സ് ഓഫ് ദ എർത്ത്. ഭൂരാജാക്കന്മാരുടെ മേൽ വാഴുന്ന ഒരു മഹാനഗരം കൂടിയാണ് ഈ സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീ എവിടാണ്? മരുഭൂമിയിലാണ്. ഈ സ്ത്രീ ഒരു ഫോൾസ് റിലീജിയസ് സിസ്റ്റമാണ്. ഇതിൻ്റെ വീഞ്ഞെന്ന് പറഞ്ഞാൽ ഉപദേശങ്ങളും ഡോക്ട്രിനുകളും കൽപ്പനകളുമാണ് ആ സ്ത്രീക്ക്, ആ റിലീജിയസ് സിസ്റ്റത്തിനുണ്ട്. ഇവർക്ക് ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരും ഇസ്രായേലിന് ദൈവം അവകാശമായി കൊടുത്തിരിക്കുന്ന ആ സ്ഥലത്തിന് ോടൊരു വലിയൊരു വൈരാഗ്യമുണ്ട്, ഒരു ഹേറ്റ്രഡ് ഉണ്ട്. നമുക്ക് മുൻപോട്ട് പോകാം. ഒടുവിൽ നമ്മൾ കാണുന്നത് ഈ മൃഗവും 10 രാജാക്കന്മാരും ഈ സ്ത്രീയെ നശിപ്പിച്ച് ഇല്ലാതാക്കുകയാണ്. ഇനി വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് ഈ വലിയ നഗരം ബാബിലോൺ വീണുപോയി എന്ന ഒരു വലിയ ശബ്ദം കേൾക്കുന്നത്. അവിടെ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ നഗരം വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവ് സ്ഥാനമായി മാറുകയാണ്. അത് ടോട്ടലി ഒരു വേസ്റ്റ് ലാൻഡായിട്ട് മാറുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, തൻ്റെ ജനത്തോട് പറയുക, ആകയാൽ എൻ്റെ ജനമേ, നിങ്ങൾ അവരുടെ പാപത്തിൽ പങ്കാളികളാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തു വരണം. കം ഔട്ട് ഓഫ് ദാറ്റ് റിലീജിയസ് സിസ്റ്റം, കം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റി. ആ നഗരം, ആ സിസ്റ്റം പുറത്തു വരാൻ എന്നാണ് പറയുന്നത്. 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവരുടെ പാപം, അവരുടെ അനീതി സ്വർഗത്തോളം എത്തുകയും ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവത്തിൻ്റെ ഓർമ്മയിൽ, ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ പെടുകയാണ് അവരുടെ അനീതി. 6-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥന പോലെയാണ്. റിവാർഡ് ഹർ, കർത്താവെ അവൾക്ക് പകരം കൊടുക്കണമേ, അവൾ ചെയ്ത അനീതിക്ക് ഇരട്ടി പങ്ക് അവൾക്ക് കൊടുക്കണം, ശിക്ഷാവിധി കൊടുക്കണം എന്നാണ് പറയുന്നത്. 8-ാമത്തെ വാക്യത്തിൽ പറയുക, അവരുടെ ബാധകൾ ഒറ്റ ദിവസത്തിൽ വരും, മരണവും വിലാപവും ക്ഷാമവും അഗ്നിയും ഒരൊറ്റ ദിവസത്തിൽ വരും. ഈ ബാബിലോൺ സാമ്രാജ്യം ഒറ്റ ദിവസത്തിലാണ് പിടിക്കപ്പെട്ടത്. മേദോ പെർഷ്യൻ ഒരു യുദ്ധം കൂടാതെയാണ് ബാബിലോൺ കൈയടക്കിയത്. ഇരുമ്പ് വാതിലുകൾ ഒക്കെ കോരേശിൻ്റെ മുൻപാകെ തുടർന്നിരുന്നു. മദ്യം കുടിച്ച് ബാബിലോണിലെ കാവൽക്കാരൊക്കെ ആ വാതിൽ അടയ്ക്കുവാൻ, ആ പ്രധാന ഇരുമ്പ് വാതിൽ അടയ്ക്കുവാൻ അവർ മറന്നുപോയി. കോരേശിനോട് യെശയ്യാ പ്രവചനത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ മുൻപാകെ കടന്നു ചെന്ന് ഇരുമ്പോടാമ്പുകളെയും താമര കഥകളെയും തുറക്കും എന്ന് പറഞ്ഞ ആ വാഗ്ദത്തം അതുപോലെ പൂർത്തിയായി. കോരേശ് ബേൽശസ്സർ രാജാവ് ബാബിലോണിനെ ആക്രമിച്ചപ്പോൾ ഒരു യുദ്ധം കൂടാതെ 1 മണിക്കൂറിൽ ബാബിലോൺ വീണുപോയി. അതുപോലെ വീണ്ടും സംഭവിക്കും. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 9 തൊട്ട് 19 വരെ വായിക്കുമ്പോൾ ഭൂമിയൊക്കെയും വലിയ വിലാപങ്ങളാണ് നടക്കുക. കാരണം എന്താ? ഈ നഗരം തീയിട്ട് ചുട്ട് അതിൻ്റെ പുക ഉയരുന്നത് ദൂരത്തു നിന്ന് കാണുമ്പോൾ ഭൂരാജാക്കന്മാർ വിലപിക്കുകയാണ്. വ്യാപാരികൾ, ഭൂമിയിലെ വ്യാപാരികൾ വിലപിക്കുക. കാരണം അവരുടെ വിലയേറിയ വസ്തുക്കളൊക്കെയും ചരക്കുകളൊക്കെയും കത്തി, അവരുടെ ട്രേഡ് വലിയൊരു എക്കണോമിക് ഡിസാസ്റ്ററാണ്. നമുക്ക് അറിയാം, ഈ മഹോപദ്ര കാലത്ത് കടലിലെ 1/3 കപ്പലുകൾ നശിച്ചു പോകും.
കടൽ രക്തമായി മാറുന്നതും ശുദ്ധജലം രക്തമായി മാറുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവരുടെ ട്രേഡ്, അതെല്ലാം തരിപ്പണമാകുന്നു. അത് കണ്ട് ഈ ഭൂമിയിലെ ഭൂരാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യുക? നിലവിളിക്കുകയാണ്. ബാബിലോൺ നശിച്ചു പോയി. അവർ വിലപിക്കുന്നതിൻ്റെ 4 പ്രധാന കാരണം. ഒന്ന്, ഈ സ്ത്രീയുമായി, ഈ മഹദിയാം ബാബിലോണുമായി ഉള്ള ആ കരാർ, ആ ബന്ധത്തിൽ നിന്ന് അവർ വലിയ സമ്പന്നരായി മാറുകയുണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ വിലയേറിയ രത്നങ്ങൾ, മുത്തുകൾ, സ്വർണം, വെള്ളി മുതലായവ സാധനങ്ങളിൽ ഇത് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയാണ്, ദേശമാണത്. അതില്ലാതാകുമ്പോൾ അവരുടെ വരുന്ന കനത്ത സാമ്പത്തിക നഷ്ടം അതോർത്ത് അവർ വിലപിക്കുകയാണ്. 4-മത്തെ ഒരു കാര്യം, അവർ വിലപിക്കുന്നത് 1 മണിക്കൂറിൽ ഈ ദേശത്തിൻ്റെ ന്യായവിധി വന്നല്ലോ എന്നുള്ളൊരു വിഷയത്തിൽ അവർ വിലപിക്കുകയാണ്. അതിനൊരു ശ്രദ്ധികമായ ഒരു വാക്യം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. ഒരു ലിസ്റ്റ് സാധനങ്ങൾ പേരെഴുതിയിട്ടുണ്ട്, സാധാരണ ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ. സിനമൻ, ഓഡോഴ്സ്, ഓയിൻമെൻറ്റ്സ്, ഫ്രാങ്കൻസൈൻ, വൈൻ, ഓയിൽ, ഫൈൻ ഫ്ലവർ, വീറ്റ് ആൻഡ് ബീസ്, മൃഗങ്ങളെ വ്യാപാരം, രഥങ്ങൾ, ചാരിയറ്റ്സ്, സ്ലേവ്സ് ആൻഡ് സോൾസ് ഓഫ് മെൻ. അതായത് മനുഷ്യരുടെ പ്രാണന് വലിയ വില കൊടുത്ത ഒരു രാജ്യമല്ല. മനുഷ്യൻ്റെ പ്രാണന് ഒരു ബഹുമാനമോ ഒരു വിലയോ കൊടുക്കാത്ത ഒരു റിലീജിയസ് സിസ്റ്റമാണ്. എത്ര പേര് മരിച്ചാലും ഒരു കുഴപ്പമില്ല. മനുഷ്യൻ്റെ പ്രാണൻ ഒരു ലിസ്റ്റ്, ഒരു ഷോപ്പിംഗ് ലിസ്റ്റിൻ്റെ എൻഡിലാണ് എഴുതിയിരിക്കുന്നത്, ദ സോൾസ് ഓഫ് മെൻ. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 20 തൊട്ട് 24 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ ആനന്ദം ആണ് സ്വർഗത്തിൽ. കാരണം എന്തുവാ? ഈ മർമ്മം, മഹദിയാം ബാബിലോൺ, ആ വലിയ നഗരം നശിച്ചു. ദൈവത്തിൻ്റെ ന്യായവിധി അതിന്മേൽ 1 മണിക്കൂറിൽ വന്നു. ഇനിയും അത് പണിയപ്പെടാത്ത രീതിയിൽ അത് നശിച്ചു എന്ന് ഉള്ള വാർത്ത കാണുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ആരാ? തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സന്തോഷിക്കുകയാണ്. അവർ പറയുന്നത് എന്തുവാ? ദൈവം ഞങ്ങളുടെ രക്തത്തിന് പകരം വീട്ടി. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം അധ്യായം ഒക്കെ പഠിച്ചപ്പോൾ 5-ാം മുദ്ര തുറക്കുമ്പോൾ അവിടെ എന്താണ് നാം കാണുന്നത്? സ്വർഗത്തിലെ സ്വർണ്ണ സിംഹാസനത്തിന് മുൻപിലുള്ള ഗോൾഡൻ ആൾട്ടർ, ആ യാഗപീഠത്തിന് കീഴിൽ രക്തസാക്ഷികളായ അനേക വിശ്വാസികളുടെ ആത്മാക്കൾ കാണുന്നു. അവരത് നിലവിളിക്കുകയാണ്, ദൈവമേ ഞങ്ങളുടെ രക്തത്തിൻ്റെ പകരം നീ എന്ന് വീട്ടും. അന്ന് കർത്താവ് അവരോട് പറഞ്ഞതെന്താ? അല്പം താമസിക്കുക, അല്പം കൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളെപ്പോലെ രക്തസാക്ഷികളാകാൻ ഇനിയും അനേകരുണ്ട്. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു. ബാബിലോൺ ന്യായവിധി ലഭിച്ചു. ദൈവത്തിൻ്റെ ക്രോധം അതിന്മേൽ വന്നു എന്നുള്ള കാഴ്ച കാണുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ ഒരു ശക്തനായ ഒരു ദൂതൻ വന്ന് ഒരു ഗ്രേറ്റ് മിൽ സ്റ്റോൺ, അതായത് ഒരു വലിയ ഒരു തിരികല്ലെടുത്തിട്ട് ഭൂമിയിലേക്ക് എറിയുക. എന്നിട്ട് പറയുക, ഇതുപോലെ ബാബിലോൺ എന്ത് ചെയ്തു? വീണുപോയി. ആ തിരികൽ എറിയുന്നത് കടലിലേക്കാണ്. കടലിലേക്ക് എറിഞ്ഞിട്ട് എങ്ങനെ അത് മുങ്ങിപ്പോകുന്നോ അതുപോലെ ബാബിലോൺ എന്ത് ചെയ്തു? ഷാൽ ബി ത്രോൺ ആൻഡ് ഷാൽ ബി നോ മോർ ഫൗണ്ട്. ഒരിക്കലും അവിടെ ഇനിയും മ്യൂസിക്,
അവിടെ ഇനിയും കലാകാരന്മാരുടെ പരിപാടികൾ, അവിടെ ഇനിയും ഒരു വിവാഹം നടക്കാത്ത രീതിയിൽ, അവിടെ ഒരു സന്തോഷം ഇല്ലാത്ത രീതിയിൽ, അവിടെ വിളക്ക് കത്താത്ത രീതിയിൽ എന്നേക്കുമായി എന്ത് ചെയ്യുകയാണ്? ബാബിലോൺ തകർന്നു പോയിരിക്കുക. കടലിലേക്ക് ഒരു വലിയ തിരികല്ലിട്ടാൽ അത് പൊങ്ങി വരത്തില്ലല്ലോ, അതുപോലെ ഗോൺ ഫോർ എവർ. കോരേശും, അതായത് മീഡിയോ പെർഷ്യർ ബാബിലോണിനെ കീഴടക്കിയപ്പോൾ ഇതുപോലെ ബാബിലോൺ നശിച്ചു പോയില്ല. അത് കണ്ടിന്യൂ ചെയ്തു. ബാബിലോൺ പല രീതിയിൽ, പല ഫോമിൽ, വ്യത്യസ്ത രൂപത്തിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 70-ാമത്തെ ആഴ്ചയിലും ഇത് പ്രബലപ്പെട്ടു വരികയാണ്, ഈ പഴയ ബാബിലോൺ. എന്നാൽ ഈ ഒരു ന്യായവിധിക്ക് ശേഷം ബാബിലോൺ, ആ നഗരം ഇല്ലാതാകുകയാണ്. കാരണം എന്താണ്? 70-ാമത്തെ ആഴ്ചയിൽ ഈ ബാബിലോൺ ആണ്, ഈ മർമ്മം ആദ്യം ബാബിലോൺ ആണ് ദൈവത്തിൻ്റെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനത്തെ കൊല്ലുന്നത്. അവരുടെ രക്തം കൊണ്ടാണ് ഈ സ്ത്രീ മത്തരായിരിക്കുന്നത്. നമുക്ക് 17-ാം അധ്യായത്തിൽ മടങ്ങി വരാം. ദ മിസ്റ്ററി ഓഫ് ദ ബീസ്റ്റ് ദാറ്റ് ക്യാരീഡ് ദ വുമൺ. അതായത് ഈ സ്ത്രീ യാത്ര ചെയ്ത ആ മൃഗത്തിൻ്റെ മർമ്മം. അത് പറയാം, 7 തലകൾ, 7 രാജ്യങ്ങളെ കാണിക്കുക, കിങ്ഡംസിനെ കാണിക്കുകയും 10 കൊമ്പുകൾ, 10 രാജാക്കന്മാരെ കാണിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ഒരു സമയത്ത് ഈ ഫോൾസ് റിലീജിയസ് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരുന്നതായിരുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദ ബീസ്റ്റ് ദാറ്റ് ദൗ സോയസ്റ്റ്, നീ കണ്ടതും ഇപ്പോഴില്ലാത്തതും ഇനിയും അഗാധഗർത്തത്തിൽ നിന്ന് കയറി വരുവാൻ ഉള്ള ആ മൃഗം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ എതിർ ക്രിസ്തുവിൻ്റെ തലയിലും വലത് കണ്ണും വലത് കൈക്കുമായിട്ട് ഒരു വലിയൊരു വെട്ട് ഏൽക്കുകയാണ്. എന്നിട്ട് മാരകമായ വെട്ടാണ്. ആ മനുഷ്യൻ മരിച്ചു കിടക്കും. എന്നാൽ താമസം കൂടാതെ ആ മനുഷ്യൻ വീണ്ടും ജീവിക്കും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, പുനരുത്ഥാനത്തെ എന്ത് ചെയ്യുകയാണ്? അനുകരിക്കുക, ഒരു മിമിക്ക് ചെയ്യുകയാണ്, കോപ്പി ചെയ്യുകയാണ്. ഒരു ആൻറ്റൈ ക്രൈസ്റ്റ്, ആ ക്രിസ്തു, യഥാർത്ഥ ക്രിസ്തു ഞാനാണെന്നാണ് കാണിക്കാനുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? 2-ാമത്തെ പ്രാവശ്യം ഈ മനുഷ്യൻ ജീവിച്ചു വരുമ്പോൾ അഗാധഗർത്തത്തിൽ നിന്ന് വരുന്ന ആത്മാവാണ് ഈ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത്. യൂദ ഇസ്കറിയോത്ത് അപ്പം വീഞ്ഞും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എടുത്തതിന് ശേഷം മടങ്ങിപ്പോകുമ്പോൾ സാത്താൻ അപ്പോഴേക്കും അവനിലേക്ക് പ്രവേശിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. 2 2 പ്രാവശ്യമായിട്ടാണ് യൂദ ഇസ്കറിയോത്തിൽ സാത്താൻ പ്രവേശിക്കുന്നത്. അതുപോലെ ഈ എതിർ ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ഭാഗം, 2-ാമത്തെ ഈ മാരകമായ വെട്ടേറ്റതിന് ശേഷം ജീവിച്ചു വരുമ്പോൾ ഈ മനുഷ്യനിൽ വസിക്കുന്നത് അഗാധകത്തിലെ സാത്താൻ്റെ ആത്മാവാണ് കയറുന്നത്. അപ്പോൾ ഈ ഒരു അതിശയം കണ്ടപ്പോൾ ലോകാരംഭം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാവരും എന്ത് ചെയ്തു? ആശ്ചര്യച്ചു. അവർ എന്ത് ചെയ്തു? ഈ ബീസ്റ്റ്, ഈ മൃഗത്തെ വണങ്ങി നമസ്കരിക്കാൻ. അപ്പോൾ നമുക്കറിയാം, ഈ ജീവൻ്റെ പുസ്തകവും അത് യഹൂദരുമായിട്ട് ബന്ധമുള്ളതാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരാരും ആ പുതിയ യെരുശലേമിൽ കടക്കുകയില്ല. ആ പുതിയ യെരുശലേമിൻ്റെ നിവാസികളുടെ പേരുകളാണ് ഈ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ലോകാരംഭം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതി, ഈ ഭൂമിയെ വീണ്ടെടുക്കുവാനുള്ള ആ പദ്ധതി ഇസ്രായേലിൽ കൂടി ആരംഭിച്ച ആ നാൾ മുതൽ അബ്രഹാമിൻ്റെ സന്തതികളുടെയും പേര് അതിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. അവർ അവിശ്വസ്തത കാണിക്കുമ്പോൾ
അവിശ്വസ്തതയിൽ അവർ മരിച്ചു പോകുമ്പോൾ അവരുടെ പേരുകൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? നീക്കം ചെയ്യും. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളുടെ പേര് ഈ ജീവൻ്റെ പുസ്തകത്തിലില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, പേര് നമ്മുടെ പാപം വരുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ ദൈവം നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ മായ്ച്ചുകളെ. അതൊന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്ത ഉപദേശമല്ല. പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ ചോദിക്കുന്നത്, ആകയാൽ ആര് നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയും? ആർക്കും കഴിയത്തില്ല. ഇപ്പോഴുള്ളതോ മുമ്പുണ്ടായിരുന്നതോ ഇനിയും വരാനുള്ളതോ സ്വർഗത്തിലോ ഭൂമിയിലുള്ളതോ ദൂതന്മാർക്കോ ആർക്കും തന്നെ നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല. അതാണ് ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗത്തിൽ ഉള്ള ഓരോ വിശ്വാസികൾക്കും ഉള്ള കോൺഫിഡൻസ്. അതേസമയം രാജ്യത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയല്ല. ഞാനൊരു വീഡിയോ, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ മൃഗം ആരാണ്, മൃഗം എവിടുന്ന് വരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ജ്ഞാനത്തിന് ആവശ്യമുണ്ട് എന്ന് തിരുവചനം പറയുന്നു. ദാനിയേൽ 11 പറയുക, അന്ത്യകാലത്ത് ജ്ഞാനമുള്ളവർ, അവരുടെ ദൈവത്തെ അറിയുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഇത് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഓർഡർ അവിടെ നമുക്ക് കാണാൻ കഴിയും. 8-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഇത് ഗബ്രിയേൽ ദൂതൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ദാനിയേലിന്. ദാനിയേലിനോട് ഗബ്രിയേൽ പറയുകയാണ്, നീ കണ്ട ആ ആട്, മുട്ടനാട്, 2 കൊമ്പുള്ള ആട് മേദ്യരും പേർഷ്യരുമാണ്. 21-ാമത്തെ വാക്യത്തിൽ മറ്റൊരാടിനെ കാണുകയാണ്. ആ ആടിന് 2 കണ്ണുകളുടെ മധ്യത്തിൽ ഒരു വലിയൊരു കൊമ്പുണ്ട്. എന്നിട്ട് പറയുക, അത് ഗ്രീസിൻ്റെ ആദ്യത്തെ രാജാവാണ്. ആരാ ഗ്രീസിൻ്റെ ആദ്യത്തെ രാജാവ്? അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ദാനിയേൽ 8:22 പറയുകയാണ്, ഈ വലിയ കൊമ്പ് ഒടിഞ്ഞു പോകും. എന്നിട്ട് ആ കൊമ്പിൻ്റെ സ്ഥാനത്ത്, അതായത് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ സ്ഥാനത്ത് 4 കൊമ്പുകൾ വരും. ആ ദേശം, ആ രാജ്യം, ആ സാമ്രാജ്യം ഈ 4 കൊമ്പുകളിലേക്ക് എന്ത് ചെയ്യും? ഡിവൈഡായി പോകും. ദാനിയേൽ 8:22 ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം 8:23, 22-ും 23-ൻ്റെയും ഇടയ്ക്ക് ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്, ഒരു സമയത്തിൻ്റെ ഗ്യാപ്പുണ്ട്, ഒരു പ്രോഫറ്റിക് ടൈം ഗ്യാപ്പുണ്ട്. 23-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഈ രാജാവ് ആരാണ്? എതിർ ക്രിസ്തു, ദ ആൻറ്റൈ ക്രൈസ്റ്റ്. സമാധാനത്താൽ അനേകരെ എന്ത് ചെയ്യും? കൊന്ന് നശിപ്പിക്കുന്ന ഒരു പ്രഭുവാണ്. അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവിനോട് എതിർത്ത് നിൽക്കുകയും കൈ തൊടാതെ തകർന്നു പോകുകയും ചെയ്യും. ആരാ? ഈ എതിർ ക്രിസ്തു, ആ ചെറിയ കൊമ്പ്. ഈ 4 കൊമ്പ്
ആ കയറി വരുന്നു. ആ പ്രധാനപ്പെട്ട ആ ആദ്യത്തെ കൊമ്പ് ഒടിഞ്ഞ സ്ഥാനത്ത് 4 കൊമ്പ് വരുന്നു. ആ 4 കൊമ്പിൽ നിന്നാണ് ഈ ചെറിയ കൊമ്പ് എതിർ ക്രിസ്തു വരുന്നത്. അപ്പോൾ റോമിൽ നിന്നാണോ യൂറോപ്പിൽ നിന്നാണോ? അല്ല, ഗ്രീസിൻ്റെ ഭാഗം ആയിട്ടാണ്. അല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. ദാനിയേൽ പുസ്തകം 11-ാം അധ്യായം അല്പം കൂടെ ക്ലിയർ ആക്കി തരികയാണ് ഇതാരാണെന്ന്. നോക്കണേ, ദാനിയേൽ 8:22 4 കൊമ്പിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ നിർത്തിയേച്ച് 23-ാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവിനെ കാര്യം പറയുകയാണ്. ദാനിയേൽ 11:4 ഈ 4 കൊമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്. 11:7 മുതൽ പറയുക, തെക്കേ ദേശത്തെ രാജാവും വടക്കേ ദേശത്തെ രാജാവും, ഈ 4-ൽ നിന്ന് 2 രാജാക്കന്മാർ വരും. 2 രാജ്യം, നോർത്ത് ആൻഡ് സൗത്ത്. കിങ് ഓഫ് സൗത്ത് ഈജിപ്റ്റാണ്. കിങ് ഓഫ് നോർത്ത് അസറിയയാണ്. അസറിയയിൽ നിന്നാണ് എതിർ ക്രിസ്തു വരുന്നത്, ബീസ്റ്റ്, മൃഗം വരുന്നത്. അപ്പം നമുക്ക് നോക്കണം, ഈ കാര്യങ്ങളൊക്കെ കർത്താവിന് മുമ്പ് നടന്നിട്ടുണ്ട്, BC-യിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വീണ്ടും നടക്കും. അനേക യുദ്ധങ്ങൾ 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ യുദ്ധത്തെക്കുറിച്ച് പറയാം. സൗത്ത്, തെക്കേ ദേശത്തെ രാജാവ് വടക്കേ ദേശത്തെ രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് വടക്കേ ദേശത്തിലെ സ്വർണവും വെള്ളിയും മുതലായ കാര്യങ്ങളൊക്കെ തൻ്റെ ദേശം മിസ്രൈമിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്, ആഫ്റ്റർ സർട്ടൻ ഇയേഴ്സ്. ചില വർഷങ്ങൾക്ക് ശേഷം വടക്കേ രാജാവ് വലിയ ഒരു കൂട്ടവുമായിട്ട് ഈ തെക്കേ രാജാവിനെതിരെ യുദ്ധത്തിന് വരും. ആ യുദ്ധം വടക്കേ ദേശത്തെ രാജാവ് ജയിക്കും. 3-ാമത്തെ യുദ്ധം ദാനിയേൽ 11:15 പറയുകയാണ്. ആ യുദ്ധത്തിലും വടക്കേ ദേശത്തെ രാജാവ് ജയിക്കും. പക്ഷെ ആ രാജാവ് അല്പം കഴിഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യും. ആ രാജാവിന് പകരമായിട്ട് നികുതി ഉയർത്തുന്ന ഒരു രാജാവ് വരും. അതാണ് ദാനിയേൽ 11:20. എന്നാൽ ആ രാജാവ് അധികം നാൾ വാഴുകയില്ല, താനും മരിച്ചു പോകും. പക്ഷെ യുദ്ധത്തിലും അല്ല. ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട്, പക്ഷെ വീണ്ടും നടക്കും. എന്നിട്ട് ഈ നികുതി വർദ്ധിപ്പിക്കുന്ന രാജാവിൻ്റെ സ്ഥാനത്താണ് ഒരു നീചനായ ഒരു മനുഷ്യൻ രാജാവായിട്ട് വരുന്നത്. ദാനിയേൽ 11:21. ആ രാജാവിനെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഉടമ്പടിയുടെ പ്രഭുവും ആണ്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് എതിർ ക്രിസ്തു, ആൻറ്റൈ ക്രൈസ്റ്റ്. അപ്പോൾ ഉൽപ്രാവനത്തിന് ശേഷം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവനത്തിന് ശേഷം ഒരു വലിയൊരു കാലഘട്ടമുണ്ട്, ഒരു പീരിയഡ് ഓഫ് ടൈം ഉണ്ട്. പലരും പറയും ഈ യുദ്ധങ്ങളൊക്കെ അന്ത്യോക്യ എപ്പിഫാനസ് 4-മനിൽ ഈ പ്രവചനമൊക്കെ നിവർത്തിയായതാണെന്ന് പറയും. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് മത്തായി സുവിശേഷം 24 അതിൻ്റെ 15-ാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച ഈ കാര്യങ്ങൾ, ഈ സംഭവങ്ങളെ എടുത്ത് പറഞ്ഞിട്ട് പറയുക, ഇത് മുൻപിൽ ഇനിയും മുന്നോട്ട് വരുവാനുള്ള സംഗതി, ഭാവിയിൽ വരുവാനുള്ള കാര്യമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഹെബ്രായ ചിന്താഗതിയുടെ ഒരു ചോദ്യം എപ്പോഴും, ഇതുപോലെ മുമ്പ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇസ്രായേലിൻ്റെ പ്രവാചകന്മാർ ഇതുപോലൊരു കാര്യം മുമ്പ് എവിടെയും സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം നോക്കണേ, അന്ത്രയോസ് നഥനിയേലിനോട് വന്ന് പറയുക, ഞങ്ങൾ മസിഹായെ കണ്ടു, നസറത്തിൽ നിന്നും ഗലീലയിൽ നിന്നും ഉള്ള മസിഹ ഞങ്ങൾ കണ്ടെത്തി. ഉടനെ നഥനിയേൽ എന്നാ ചോദിച്ചേ,
ഏയ്, ഏതെങ്കിലും പ്രവാചകന്മാർ നഥനിയേലിൽ പിന്നെ, ഗലീലയിൽ നിന്ന് നന്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് അവരുടെ ചിന്താഗതി കാണുന്നുണ്ടോ? പാസ്റ്റിൽ എവിടെയെങ്കിലും ഇത്, ഭൂതകാലങ്ങളിൽ എവിടെയെങ്കിലും പ്രവചനം പ്രവചിച്ചിട്ടുണ്ടോ? അതോ ഇതുപോലെ മുമ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ജൂയിഷ് തിങ്കിങ്. ദാനിയേൽ പ്രവചനത്തിലെ 70-ാമത്തെ ആഴ്ചയിൽ മഹോപദ്രകാലത്തിൽ കൂടി കടന്നു പോകുന്നവർ ഈ സംഭവങ്ങൾ കാണുമ്പോൾ അവരും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഇതുപോലെ മുമ്പ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? യെസ്, നടന്നിട്ടുണ്ട്. അത് വീണ്ടും നടക്കുന്നു. അപ്പോൾ അവർക്ക് ഉറപ്പാകും കാര്യങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 12 തൊട്ട് 14-ാമത്തെ വാക്യം വരെ ഉള്ള ഭാഗം, കുഞ്ഞാടിനുമായിട്ട് ഈ 10 രാജാക്കന്മാരും എതിർ ക്രിസ്തുവും യുദ്ധത്തിന് വരികയാണ്. ഒരേ മനസ്സുള്ളവർ. 13-ാമത്തെ വാക്യം പറയുക, ദീസ് ഹാവ് വൺ മൈൻഡ്. അതുകൊണ്ടാണ് ഇവരെ പ്രസിദ്ധമാക്കിയ ആ മതത്തെ ഇവർ ചേർന്ന് നശിപ്പിച്ചു കളയുന്നത്. റിലീജിയസ് ബാബിലോൺ, ആ വേശ്യയായ മർമ്മം മഹാദ്യ ബാബിലോണിനെ ആരാണ് നശിപ്പിക്കുന്നത്? 10 കൊമ്പും 10 രാജാക്കന്മാരും ഈ എതിർ ക്രിസ്തുവും കൂടിയാണ് അവരെ കത്തിച്ച് നശിപ്പിച്ചു കളയുന്നത്. അതിൻ്റെ കാരണം എന്തുവാ? ഈ രാജാക്കന്മാരും ഈ എതിർ ക്രിസ്തുവും ഒരേ മനസ്സുള്ളവരാണ്. ഇവരിപ്പോൾ കുഞ്ഞാടുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുക. എന്നാൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞാട് ഇവരെ എന്ത് ചെയ്യും? പരാജയപ്പെടുത്തും. കാരണം കുഞ്ഞാട് രാജാതി രാജാവും ദൈവാതി ദൈവവുമാണ്. അവരോട് കൂടെ ഉള്ളവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വിശ്വസ്തരാണ്. അതാരാണ് കുഞ്ഞാടിനോട് കൂടെ ഉള്ളവർ? ഇസ്രായേൽ മക്കളാണ്. ഇസ്രായേലിൻ്റെ ആ ശേഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലാണ് വിളിക്കപ്പെട്ട, അബ്രഹാമിനെയാണ് വിളിച്ചത്, അല്ലേ? വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തർ. വിശ്വസ്തരാരാ? അന്ത്യം വരെയും വിശ്വസ്തരായിരിക്കുന്ന യഹൂദർ. അത് ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, യഹൂദ ശേഷിപ്പ്. അവരാണ് കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആ സമയത്ത് എവിടെയാണ്? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സ്വർഗസ്ഥലങ്ങളിൽ വാഴുകയാണ് കർത്താവിനോട് കൂടെ. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. അപ്പോൾ നോക്കണേ, യെശയ്യാ 10:5 വളരെ വ്യക്തമായിട്ട് പറയുകയായി, വടക്കേ ദേശത്തെ രാജാവാണ് എതിർ ക്രിസ്തു എന്ന്. ഓ അസറിയൻ, ദ റോഡ് ഓഫ് മൈൻ ആങ്കർ. എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. ഒരു പിതാവ് തൻ്റെ പിള്ളേരെ ഒരു വടി വെച്ച് അടിച്ച് നല്ല ശിക്ഷണം വരുത്തി, നല്ല പാതയിൽ വരുത്തി, മക്കൾ നന്നായി എന്നറിയുമ്പോൾ അപ്പൻ ആ വടിയെ, ഞാൻ ഈ വടി വെച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ അടിച്ചല്ലോ, ഈ വടിയെ ഒടിച്ചങ്ങ് കളയുന്നത് പോലെ ദൈവം അസറിയായെ ഉപയോഗിച്ചു. വക്രതയും കാപഠ്യവും ഉള്ള ഒരു രാജ്യം ഇസ്രായേൽ, അതിനെ നന്നാക്കുവാൻ വേണ്ടി, ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം സൃഷ്ടിക്കും, മാംസമായ ഒരു ഹൃദയം നൽകും. ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക്. എൻ്റെ കൽപ്പനകളെ അവരുടെ ഹൃദയത്തിൻ്റെ പലകന്മേൽ എഴുതി അവരെ എൻ്റെ ചട്ടപ്രകാരം നടക്കുമാറാക്കുന്ന പരിശുദ്ധാത്മാവിനെ അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ നൽകി, അവർ എൻ്റെ ചട്ടങ്ങൾ പാലിക്കുവാൻ അവരാക്കി ഞാൻ അവരെ മാറ്റും എന്ന് ഒരു തീരുമാനം ആയി. അങ്ങനെ ഒരു തീരുമാനമാകുമ്പോൾ ഇനിയും ഈ വടിയുടെ ആവശ്യമില്ല. അസറിയായ മേൽ ദൈവത്തിൻ്റെ കോപം വരികയാണ്. എന്നിട്ട് ഇവിടെ നോക്കണം, വളരെ പ്രധാനമായ ഒരു വാക്യമാണ് 14-ാമത്തെ വാക്യം. കുഞ്ഞാട് രാജാതി രാജാവും ദൈവാതി ദൈവവുമാണ്. സങ്കീർത്തനം 82-ന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുക, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു.
അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. ഗോഡ് സ്റ്റാൻഡത്ത് ഇൻ ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മൈറ്റി. ഹി ജഡ്ജത്ത് എമംഗ് ദ ഗോഡ്സ്. സ്മോൾ ലെറ്റർ ജി, ഗോഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടാരാ? കുഞ്ഞാട് ദൈവാദി ദൈവവും രാജാതി രാജാവുമാണ്. അപ്പോൾ ദൈവങ്ങളെ ന്യായം വിധിക്കുന്ന ആരാണ്? ദൈവം. അപ്പൊ ഈ കുഞ്ഞാട് ആരാ? ദൈവം. അപ്പൊ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും കാണിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പഠിച്ചത് വെളിപ്പാട് പുസ്തകം 17ഉം 18ഉം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ദിവസങ്ങളിൽ ഈ മൃഗത്തിൻ്റെ മേൽ ഉള്ള ന്യായവിധിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.